ചോറ് ബാക്കി വരാറുണ്ട്. മിക്കവാറും തന്നെ ചോറ് ബാക്കി വരാറുണ്ട്. അപ്പോൾ ആ ചോറ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ വരുത്താം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, പച്ചമുളകിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ഇപ്പം മല്ലിയില ചേർക്കണോ കറിവേപ്പിലയുടെ അളവ് കൂട്ടണോ, അതൊക്കെ നമ്മുടെ എത്ര വ്യത്യാസം വരുത്തണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർക്കാം. അങ്ങനെ എല്ലാം വ്യത്യാസം വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബേസിക് ആയിട്ട് ചോറ് വേണം, കടലമാവ് വേണം, പിന്നെ എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വടയായിട്ടാണ് ചെയ്യുന്നത്. വടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് പക്കോറയായിട്ട് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ക്യാബേജിന്റെ പക്കോടയൊക്കെ ചെയ്തില്ലേ, അതുപോലെ കുറച്ചായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് കൈ ഉപയോഗിച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് ഇപ്പോൾ റോൾ ചെയ്ത് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഒക്കെ ചെയ്യില്ലേ, ആ ഷേപ്പിലാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇങ്ങനെയുള്ള ചൂട് സ്നാക്സും ചൂട് ചായയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ മഴ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സ്നാക്സ് ആണ്. പക്ഷെ അധികം സമയം വേണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികളാണെങ്കിലും ചോറാണ് എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാക്കുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഏത് അരി വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ജീരകശാല അരി വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീരകശാല അരി ആവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ആ ജീരകശാല അരിക്ക് തന്നെ നമ്മളിപ്പോൾ അത് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ജീരകശാല അരിയുടെ ചോറ് തന്നെ വേണമെന്നില്ല, ഏത് ചോറ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചോറ് കൊണ്ടുള്ള വട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചോറ് വേവിച്ചതെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകും വറ്റൽമുളകും ഇഞ്ചിയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഗരം മസാലപ്പൊടി, കടലമാവ്, ഉപ്പ്, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ. അപ്പോൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഞാനിപ്പോൾ അരച്ചാണ് ചേർക്കുന്നത്. അതിന് പകരം ചോപ്പ് ചെയ്ത് ചേർക്കാം. വറ്റൽമുളകിന് പകരം മുളക് പൊടി ചേർക്കാം. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. സവോള മാത്രം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ ചോറിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന ചോറ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് ചോറായാലും കുഴപ്പമില്ല. ഇപ്പോൾ മട്ടയരിയുടെ ചോറായാലും വെളുത്ത അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ചോറൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എരിവ് ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിലും മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് തന്നെ പൊടിയായിട്ട് മുറിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ചേർക്കുന്നത്. ചോറ് മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കടലമാവും കൂടി ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടി കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചോറും കടലമാവും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിലാക്കിയെടുക്കാം കേട്ടോ. ചെറുതായിട്ട് കയ്യിലൊട്ടും, പക്ഷെ നമ്മൾ കുറച്ച് എണ്ണ തടവി കഴിയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എണ്ണയിലേക്ക് പരത്തി ഇടാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. വളരെ കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ വീണ്ടും മുളക് പൊടിയൊന്നും ചേർത്തില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവും വറ്റൽമുളകിൻ്റെ എരിവും കൂടെ ആയപ്പോൾ എരിവ് കറക്റ്റാണ്. പിന്നെ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. ആ വറ്റൽമുളക് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഇടയ്ക്ക് വറ്റൽമുളകിൻ്റെ കളറ് കാണാൻ പറ്റുന്നതും. അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചതച്ചെടുക്കുമ്പോഴേ ഇതുപോലെ നമുക്കിതിൽ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ആ ഒരു പോർഷനിൽ മാത്രമേ എരിവ് ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറെല്ലാം നമ്മൾ കുഴച്ച് വെച്ചില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പ വഴി പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് ഒന്ന് കയ്യിൽ എണ്ണ തടവുക. ഇതുപോലെ 2 കയ്യിലും എണ്ണ തടവുക. അതിനുശേഷം ചെറിയ ക്വാണ്ടിറ്റി, ഇപ്പോൾ നിങ്ങളത് പക്കോടയായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല ഇതുപോലെ വടയായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് എണ്ണ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ പ്ലേറ്റിലൊന്ന് എണ്ണ തടവിയിട്ട് വയ്ക്കുക. അപ്പോൾ അധികം വലിപ്പം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ വലിപ്പത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ബോൾസായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾസായിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെയും ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ചോറ് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ചോറ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് പരത്തിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് പരത്തി വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഒരുമിച്ച് തന്നെ കുറേ പ്ലേറ്റിലെടുത്ത് വയ്ക്കണ്ടല്ലോ. ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ടല്ലേ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിൽ കുറച്ച് തരികളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ റവയുടെ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയുള്ളൂ. ആ സെയിം ചട്ടിയിലേക്ക് തന്നെയാണ് എണ്ണ ഒഴിച്ചത്. ചട്ടി കഴുകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ തരികളൊക്കെ ഉള്ളത്. ചൂടാക്കിയ എണ്ണ വീണ്ടും ചൂടാക്കല്ല ചെയ്തത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഉണ്ടായില്ല. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് റൈസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് കറക്റ്റാണോ നോക്കാൻ. എണ്ണയുടെ ചൂട് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയിടും കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വടകൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഷേപ്പ് ചെറുതായിട്ട് വ്യത്യാസം വരും. എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കും. നമ്മളിങ്ങനെ പരത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഓരോന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ ഇത്രയുമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ തിരിച്ചിടാൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ കടലമാവിൻ്റെ ഒരു ബലത്തിലാണ് നമ്മൾ റൈസ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അടുത്ത ബാച്ച് പരത്തി തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു 2 പ്രാവശ്യത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ളതും കൂടി പരത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇനി പരത്തി എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇട്ടത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏതായാലും നമ്മുടെ ചോറൊക്കെ കുക്കായതായതുകൊണ്ട് അധികം സമയം എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുക്കാവാനില്ലല്ലോ. ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ കളർ ആയിരിക്കില്ല. ഇതിപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം ഒന്നുകൂടി. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ ചോറ് ബാക്കി വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറ് നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വലിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ് ആയിരിക്കില്ല കിട്ടുക. ഒരുപാടങ്ങ് ഉടഞ്ഞു പോവാതിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ജീരകശാല റൈസാണ്. എൻ്റെ കയ്യിൽ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് അതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ അരിയും യൂസ് ചെയ്യാം. പച്ചരിയും യൂസ് ചെയ്യാം. കണ്ടോ, ആ റെഡ് ഷെയ്ഡും കറിവേപ്പിലയുടെ ഗ്രീൻ കളറും നമ്മുടെ വടയുടെ മഞ്ഞ കളറും എല്ലാം ചേർന്ന് വരുമ്പോൾ കാണാൻ ഭംഗിയില്ലേ. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാൻ പിന്നെ മല്ലിയില ചേർക്കാതെ കറിവേപ്പില ചേർത്തതെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ നമ്മൾ നാടൻ കറികളല്ലേ കഴിക്കുക. അപ്പോൾ ചോറ് കൊണ്ടുള്ള വടയാകുമ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്.
അപ്പോൾ ഇതാ ബബിൾസൊക്കെ കുറഞ്ഞു തുടങ്ങി, നമ്മുടെ വടയൊക്കെ കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, സവോളയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി തുടങ്ങാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക, എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം അടുത്ത ബാച്ച് ഇട്ട് കുക്കായി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറയ്ക്കാം. അടുത്തതും ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ പരിപ്പ് വടയേക്കാൾ കുറച്ചുകൂടി തിക്നെസ് കുറച്ചാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബൗളിൽ കൊള്ളുന്നത് ഇതിലേക്ക് വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, പുറമേ ക്രിസ്പിയാണ്, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ബാക്കി വരുന്ന ചോറ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കാനായി തന്നെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.